പഠിക്കുവോ? ഇല്ല. ആണല്ലേ, പഠിക്കത്തില്ല. അപ്പൊ അതറിയാം. അയ്യടാ ചിരി നോക്ക്. അവിടെ ടീച്ചർ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന അതുപോലെ ടീച്ചർ എല്ലാവർക്കും അതിലൊരു ഭയമുണ്ട്. കാരണം ടീച്ചറാണ്, അറിവ് പകർന്നു തരുന്ന ഒരാളാണ്, ഒരു ഗുരുവാണ്. ആ ഒരു തോന്നല് കാര്യങ്ങളെല്ലാം, അതിലുള്ള ആ ഒരു ഭയം, ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പൊ യൂട്യൂബിനകത്ത് ഇതിൽ ഞാനും നിൽക്കുന്ന ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഒരു ടീച്ചർ. അതെ. അറിയാത്ത ആളുകൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടീച്ചർ. ആ ഒരു നിലയിൽ തന്നെയല്ലേ ഞാനും നിൽക്കുന്നത്. അപ്പൊ അതെ. ടീച്ചർക്ക് എപ്പോഴും ദേഷ്യപ്പെടാം. കാരണം ബാക്കി എല്ലാവരും തന്നെ എനിക്ക് സ്റ്റുഡൻസ് ആണ്. അതെ. എന്ത് പറ്റി? എസ് എ താഴെ വന്നേ. എസ് എ താഴെ വാ, താഴെ വാ. നീ മുകളിൽ ഇരുന്നിട്ടുള്ള നിന്റെ പരിപാടി കണ്ട, താഴെ വാ. നീ എവിടെ ഇരുന്നാലും ഞാൻ ഇവിടെ നിന്ന് കാണും. ഇനിയിപ്പോ താഴെ വന്നിട്ട് ഒരു വളിച്ച ചിരിയുടെ കമന്റ് ഇടുവേ. ലിജി, ലിജി എന്തോ വലിയ ചാപ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ. പിന്നെ ടീച്ചർ ഒരു പാട്ടായാലോ? ഹസിബ്രോ തുടങ്ങ്. ഞാനോ? ഉം. ഞാൻ പാടിക്കഴിഞ്ഞ അവസാനം ഇന്നലത്തെ പോലെ ഉണ്ടാവുക. സാരമില്ല, ഒരു ഓളം വരട്ടെ. ലിജി ഒന്നുമില്ല പൊന്നാ ചുമ്മാ എന്ന് പറയുന്നുണ്ട്. അതിന് ആളെ നോക്കണം. ചിരിക്കാൻ. ആഹാ, ഇതിപ്പോ ചോദിച്ചു മേടിക്കുന്നത്. ഇതിപ്പോ ഇത് ലൈവ് കഴിഞ്ഞ അവിടെ എച്ചേക്ക് എന്റെ കോള് പോകും. അന്നേരം കൊടുക്കാനുള്ള ഇപ്പോഴേ ചോദിച്ചു മേടിക്കുക. ആ. മര്യാദയ്ക്ക് ഞാൻ ചിരിക്കാനുള്ള സാധനം പറഞ്ഞപ്പം അവിടെ അതിന് വേറെ ആളെ നോക്കണം. എന്റെ തലയിൽ കയറാൻ നോക്കി. എങ്ങനെ ഇരിക്കുന്നു? ഞാൻ ദേഷ്യപ്പെടുന്നതിൽ വല്ല തെറ്റും ഉണ്ടാ? ഇല്ല. ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ലൈവ് ഇട്, ഒരു ദിവസം 2 ലൈവ് ആ. വിത്ത് ടൈം കൊടുത്തിട്ടുണ്ട്. ആ. ഷോർട്ട് വീഡിയോൻ്റെതും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. ചാനൽ പെട്ടെന്ന് മോണിയാവണം. എങ്ങനെയാണ് മോണിയാവുന്നത്? ഇതെന്താ മോണി എന്ന് പറഞ്ഞ സാധനം എന്റെ പോക്കറ്റ് ഇരിക്കുന്നു, ഞാൻ എടുത്തുകൊണ്ട് അവിടെ വെച്ചുതരാൻ? നമ്മുടെ ചിരിക്കുടുക്ക കരയുന്നു. അതിപ്പോ കണ്ടോ, എസ് എയുടെ ഒരു ലൈവ് ഉണ്ട് ഇപ്പൊ. വൈകാതെ എസ് എ ഒരു ലൈവ് വരും ഇപ്പൊ. ആ ലൈവ് കണ്ടോ? എസ് എനെ നിർത്തിപ്പോയിരിക്കുന്നത്. എസ് എയുടെ ചുഗതലുണ്ടോ ഞാൻ? ടീച്ചർ ഇന്നെന്താണ് നൈറ്റ് സ്പെഷ്യൽ? മത്തിക്കറി, കൊഞ്ച് ഫ്രൈ, പുളിശ്ശേരി. കൊതിപ്പിച്ച് കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണല്ലോ ദൈവമേ. നല്ല മത്തിയായിരുന്നു അച്ഛൻ, നല്ല സൂപ്പർ മത്തിയായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ഇന്ന് മത്തി. മത്തി വറുത്തത്, അയില കറി വെച്ചത്, ആഹാ. പിന്നെന്തുവായിരുന്നു? പിന്നെ മോര്, പിന്നെന്തുവായിരുന്നു? വേറെ എന്തോ കറി ഉണ്ടായിരുന്നല്ലോ. ടീച്ചർ അതിക്രമം കാണിക്കുന്നു. ശരിയല്ലേ ലീശേട്ടാ? ടീച്ചർ അതിക്രമം തന്നെയാണ് ഈ കാണിക്കുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോ അതിന് ഏറ്റവും ഇത് എന്താ പറയുക, ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊഞ്ച്, എന്റെ പ്രിയപ്പെട്ട സാധനമാണ് കൊഞ്ച്. അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് തട്ടുവാണ് കൊഞ്ച്. സത്യം പറ ടീച്ചറെ, കൊഞ്ചെടുത്ത ചോറെന്ന് പറയുന്നത് കുറച്ച് തിന്നോണ്ടിരിക്കുകയാണോ? അല്ല, അല്ല.